ഹായ്. ഇപ്പോൾ ഇന്നൊരു കൊണയടിക്കാനൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരുപാട് നമ്മുടെ എനർജി ഒരുപാട് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഒരുപാട് എനർജി കളയുന്നുണ്ട്. കൺട്രോൾ ചെയ്യൽ പറഞ്ഞാൽ അവരെ പെരുമാറ്റം, അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നത്, അവരെ സ്വഭാവം, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഒരുപാട് എനർജി കളയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. ബാക്കിയുള്ളവരെങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, അവരെ എങ്ങനെ ചെയ്യണം, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതെല്ലാം അവരെ കാര്യമാണ്. സോ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കും തോറും അത് നമ്മളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നതല്ലാണ്ട് അതിനെക്കൊണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ആൻഡ് അവരെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളെ പണിയും അല്ല. ഒരു സ്ഥലത്ത് വായിച്ചതാണ് ഈ സംഭവമല്ല. അപ്പം ശരിയാണെന്ന് തോന്നി. മുന്നേ ഞാനും ഇങ്ങനെ അവരെന്നോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറിയിട്ടാ അത് ചെയ്തു തന്നില്ല ഇത് ചെയ്തു തന്നുള്ളതെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിന്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഐ ഡോണ്ട് കെയർ ആണ്. അപ്പോൾ അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വായിച്ചാലും ശരിയാണെന്ന് തോന്നി, അതിങ്ങനെ പറയാൻ തോന്നി ഇവിടെ വന്നിട്ട്. അപ്പാണ് ലത്തം തിയറി, അതാണിന്ന് പറയാൻ പോണത്. ലത്തം തിയറി എന്ന് പറഞ്ഞത് വലിയ ആനക്കാര്യമൊന്നുമല്ല. കുറച്ച് എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം കുറച്ചാൾ സിനിമക്ക് പോകുന്നത് എന്നെ വിളിച്ചില്ല. ഇറ്റ്സ് ഓക്കെ, വിളിക്കണ്ട, അവർ പൊക്കോട്ടെ, ലത്തം കോട്ടെ, അതോർത്ത് വിഷമിക്കണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. പിന്നെ ഇത് തന്നെ മാക്സിമം വരുന്ന സിറ്റുവേഷൻസ് ഇതാണ്. ആരെങ്കിലും കുറച്ച് കൂട്ടുകാർ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ലത്തം ഒഴിവാക്കിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ ഒരാൾ നിന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ പെരുമാറണ്ട, ഇറ്റ്സ് ഓക്കെ, ലത്തം അവരെ രീതിയിൽ പെരുമാറിക്കോട്ടെ, അതോർത്ത് ബേജാറാവണ്ട, അതോർത്ത് വിഷമിക്കണ്ട, ഇറ്റ്സ് ഓക്കെ, ലത്തം. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെങ്ങനെ പെരുമാറുന്നില്ല കാര്യമാവും നമ്മൾ ആലോചിച്ച് മനസ്സിലിട്ട് അവരങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാവും. ലത്തം അവരെന്തോ ചെയ്തോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമെല്ലാം ആലോചിച്ച് അങ്ങനെ വിചാരിച്ച് നമ്മളെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം നമുക്കൊരുപാട് ആശ്വാസം ഉണ്ടാവും. നമ്മളെ മൂടെപ്പോൾ നല്ല മൂഡ് ഓൺ ആയിരിക്കും, മൂഡ് ഓഫ് ആയിരിക്കില്ല. ബാക്കിയുള്ളവരെ ആലോചിച്ചിട്ടായിരിക്കും മാക്സിമം സങ്കടവും മൂഡ് ഓഫ് എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കീ ബാക്കിയുള്ളവർക്ക് കൊടുക്കാണ്ട് നിൽക്കുക. ഞാൻ ഭയങ്കര മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളെന്നല്ല, ഇങ്ങനെ പറയണം തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തെന്തെങ്കിലും കൊണ കിട്ടിയാൽ കൊണയടിക്കാൻ വരാം. ബൈ.